ഹായ് ഓൾ. ഞങ്ങൾ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കയോസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? സിമ്പിൾ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിസോർഡർ എന്നുള്ളതാണ് കയോസിന്റെ വേർഡ് മീനിങ്. മീനിങ് അതല്ല. ഓക്കെ, അപ്പൊ കയോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതെങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, അതിന്റെ നമ്മൾ ലോജിസ്റ്റിക് മാപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, പിക്ചർ കാണുന്നുണ്ടല്ലോ? ഈ പിക്ചർ എന്ന് പറയുന്നത് ലോറൻസിയൻ വാട്ടർ വീൽ എന്നുള്ളൊരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, ലോറൻസിയൻ വാട്ടർ വീൽ. ഇതിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീലുണ്ട്. ആ വീലിന്റെ എല്ലാ ഭാഗത്തും ഓരോ കപ്പ് വെച്ചിട്ടുണ്ട്. ഈ കപ്പിന്റെ പ്രത്യേകത അതിൽ എല്ലാറ്റിലും ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതില് ഇപ്പോൾ ടാപ്പിൽ നിന്ന് ഒരു കപ്പിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് ആ കപ്പ് താഴ്ന്നു പോകും. അടുത്ത കപ്പിലേക്ക് വെള്ളം നിറയും, അതിനടുത്ത കപ്പിലേക്ക് വെള്ളം നിറയും. അങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് ഇത് നടക്കും. ഓക്കെ, പക്ഷേ ഈ സമയം പോകുന്നതിനനുസരിച്ചിട്ട് ഈ നിറഞ്ഞ കപ്പിലെ വെള്ളം എന്ത് ചെയ്യും? ഹോളിലൂടെ താഴെ പോകും. ഓക്കെ, അപ്പൊ ഏത് ഭാഗത്തെ കപ്പായിരിക്കും വെയിറ്റ് കൂടുക എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ വീലിന്റെ ഡയറക്ഷൻ, അതായത് ഈ വീല് കറങ്ങുന്ന ഡയറക്ഷൻ ഏതാന്ന് പറയാൻ പറ്റുമോ നിങ്ങക്ക്? പറഞ്ഞോ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുക എന്നാണ് പറയണത്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലാവരും ക്ലോക്ക് വൈസ് തന്നെ പറയണേ. ഓക്കെ, ഇതില് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഇത് ക്ലോക്ക് വൈസിൽ കറങ്ങും. കറങ്ങി കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷനിലെ വെള്ളം കുറച്ച് കുറച്ചായി കുറയുന്ന സമയത്ത് ആ ഭാഗത്ത് വെയിറ്റ് കുറയൂലോ. മറ്റേ ഭാഗത്ത് വെള്ളം നിറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഭാഗത്തേക്ക് വീല് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു ട്വിസ്റ്റിംഗ് പ്രോസസ്സ് പോലെയാണ് ഈ ലോറൻസിയൻ വാട്ടർ വീലിന്റെ വർക്കിംഗ് നടക്കുക. അതായത് നമുക്കിത് കംപ്ലീറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിന്റെ അനിമേഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഒരുപാട് ഉണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു ക്ലാസിക്കൽ മെക്കാനിക്സ് ഒബേ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഇതിന്റെ മോഷൻ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഇല്ലെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം എത്തുന്ന സമയത്ത് ഈ ബക്കറ്റിന്റെ പൊസിഷൻ ഇതായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് ലോറൻസിയൻ വാട്ടർ വീൽ. ഇത് സിമ്പിൾ ആയിട്ട് കയോസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ഈ ലോറൻസിയൻ വാട്ടർ വീലിന്റെ അനിമേറ്റഡ് വീഡിയോസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ്, കറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു കയോസിന് എക്സാമ്പിൾ ആണ്. അതായത് ഇതൊരു ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ സിസ്റ്റം തന്നെയാണ്. അതായത് ഈ കപ്പിൽ വെള്ളം നിറയണു, പക്ഷെ സമയം പോകുന്നതിനനുസരിച്ച് ആ വെള്ളം എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. ആ ഭാഗത്തെ വെയിറ്റ് കുറയും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ കപ്പ് താഴേക്ക് വരുമോ മുകളിലേക്ക് വരുമോ എന്നുള്ളത്. ഓക്കെ, അവിടെ ഒരു ട്വിസ്റ്റിംഗ് പ്രോസസ്സ് പോലെ ആയിരിക്കും ഈ വീലിന്റെ കറക്കം ഉണ്ടാവുക. അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ ഇത് ഫോളോ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ ഇതിന്റെ ഈ പ്രോസസ്സിൽ നമുക്ക് ഒരിക്കലും ആ ബക്കറ്റിന്റെ പൊസിഷനോ ഇല്ലെങ്കിൽ അതിന്റെ കറക്കോ ഇല്ലെങ്കിൽ മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് അൺപ്രെഡിക്റ്റബിൾ. ഇതൊരു കയോസിന്റെ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കയോസ് എന്നുള്ളത് നോക്കാം.
In mechanics and mathematics, the study of apparently or random or unpredictable behavior in a system governed by deterministic laws. Okay, ഇതിൽ കുറച്ച് വാക്കുകളുണ്ട്, നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ മെക്കാനിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അതായത് നമ്മളുടെ നോർമൽ സിസ്റ്റം, ഫിസിക്സിലും മാത്സിലും നമ്മൾ പറയും പോലെ തന്നെ, the study of apparently random or unpredictable behavior in a system governed by deterministic ലോസ്. ഡിറ്റർമിനിസ്റ്റിക് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഇന്നത്തെ ഒരു കാര്യം വെച്ച് നമുക്ക് നാളത്തെ ഒരു കാര്യം പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഡിറ്റർമിനിസ്റ്റിക് ലോ ആണെന്ന് പറയാം. അല്ലെങ്കിൽ അത് നമുക്കിപ്പോ ഒരു തൊട്ട് മുമ്പുള്ള ഒരു സ്ഥിതി അനുസരിച്ച് നമുക്ക് തൊട്ടടുത്ത ദിവസത്തെ കാര്യം പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് പറയാം, ഇന്ന് നല്ല വെയിലുണ്ട്, നാളെ ഒരുപക്ഷെ ഈ കാലാവസ്ഥ തുടരും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, അടുത്ത ദിവസത്തെ കാലാവസ്ഥയോ ഇല്ലെങ്കിൽ മോഷനോ ഇല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ഡിറ്റർമിനിസ്റ്റിക് ആണ് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇത് ഒരു ലോങ് ടേം പ്രോസസ് അല്ല. ലോങ് ടേമിൽ നമുക്ക് ഒരിക്കലും ഈ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ ദിവസം ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ദിവസത്തെ കാലാവസ്ഥ ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയെ വെച്ച് തൊട്ടടുത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കാം, തൊട്ടടുത്ത ദിവസത്തെ കാര്യമോ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം, ഡിറ്റർമിനിസ്റ്റിക് ആണെന്ന് പറയാം. അതാണ് ഡിറ്റർമിനിസ്റ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനി ഒരു സിസ്റ്റത്തിന്റെ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ മോഷനെ കുറിച്ചോ അതിന്റെ എനർജി ലെവലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷനെ കുറിച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ കുറിച്ചൊരു ധാരണ കിട്ടില്ല. പക്ഷെ ഒരു തൊട്ടടുത്ത നിമിഷത്തിലേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരു ലോങ് ടേമിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കയോട്ടിക് സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു കയോട്ടിക് സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, കയോട്ടിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് കാലത്തേക്കുള്ള അതിന്റെ ബിഹേവിയർ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ലോങ് ടേമിൽ നമുക്ക് അതിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, ആ സിസ്റ്റത്തിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കയോട്ടിക് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഓക്കെ, ഈ ടോപ്പിക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പൊ ഞാൻ വേണ്ടത് മാത്രം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയണത് കേട്ടോ. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവും വേണം, അതുപോലെ ഓവർ കൺഫ്യൂഷൻ ആവാനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ഇനീഷ്യൽ കണ്ടീഷൻ. നമ്മുടെ കയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നാളത്തെ ഒരു ഓക്കെ, ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ നാളത്തെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ കണ്ടീഷൻ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്, കയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ പീരിയോഡിക് ലോങ് ടേം ബിഹേവിയർ ബട്ട് സ്റ്റിൽ സംവാട്ട് പ്രെഡിക്റ്റബിൾ. നമുക്കൊരു ലോങ് ടേം ബിഹേവിയർ ആണ്, പക്ഷെ നമുക്ക് അത്രയും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ വർഷത്തെ ഒരു കാര്യം വെച്ച് നമുക്ക് ചിലപ്പോൾ അടുത്ത വർഷത്തെ കാര്യം പറയാൻ പറ്റും. പക്ഷെ ഒരു 2021 കാര്യം വെച്ചിട്ട് നമ്മൾ 2022 ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 2025 2026 കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാണ് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിനിസ്റ്റിക്. അത് കംപ്ലീറ്റ്ലി ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് കയോസ്. കയോസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന്. ഓക്കെ, ടൈം ഇവല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. നമ്മൾ ഏത് പീരീഡിലേക്കാണോ നമ്മൾ നോക്കുന്നത് ആ പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത് പാരാമീറ്റർ ദാറ്റ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാരാമീറ്റർ.
പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടീഷൻസ്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് ആ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു ഇപ്പോ ഒരു ഫോറസ്റ്റില് കുറച്ച് സിംഹം ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, 2020 കണക്കനുസരിച്ച് ഒരു ഫോറസ്റ്റിൽ 200 സിംഹം ഉണ്ട്. 2021 എത്ര സിംഹം ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഇട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് എടുക്കും? അതിന് നല്ല ഫുഡുള്ള കണ്ടീഷൻ, അതിന് നല്ല ക്ലൈമറ്റ് ഉള്ള കണ്ടീഷൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പാരാമീറ്റർ നല്ല പോസിറ്റീവ് പാരാമീറ്റർ ആണ്. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും? ആ 2021 ആവുമ്പോഴേക്കും അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ചിലപ്പോൾ പാരാമീറ്റർ മോശമാവും. ചിലപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അതിന് നല്ല ഫുഡ് കണ്ടീഷൻ കിട്ടുന്നില്ല, നല്ല ഫുഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിന്റെ പാരാമീറ്റർ നെഗറ്റീവ് പാരാമീറ്റർ ആണ്. സോ 2020 അപേക്ഷിച്ച് 2021 എന്താവാം? അതിന്റെ സ്പീഷീസിന്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പാരാമീറ്ററിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കയോട്ടിക് സിസ്റ്റത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു കയോസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ടൈം ഇവല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ, പാരാമീറ്റർ ദാറ്റ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം, തേർഡ് വൺ ദ ഇനീഷ്യൽ കണ്ടീഷൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മളുടെ കയോസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കയോട്ടിക് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലോറൻസിയൻ വാട്ടർ വീൽ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ് ലോറൻസിയൻ വാട്ടർ വീൽ ആണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ബട്ടർഫ്ലൈ ഇഫക്റ്റ്? ഇല്ല മാം. ഇല്ല. നമ്മള് അതായത് നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളൊരു ബുക്കിനെ കുറിച്ച് അറിയോ? അറ്റോമിക് ഹാബിറ്റ്സ്. അറിയാം. ആ ബുക്കില് നമ്മൾ ഹാബിറ്റ് ഫോർമേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അത് ഞാൻ ബട്ടർഫ്ലൈ ഇഫക്റ്റ് ആണെന്നല്ല, ഒരു അതിനോട് സിമിലർ ആയിട്ട് അതിനെ കുറിച്ചൊക്കെ പറയണ്ട അതില്. അതായത് നമ്മള് ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്നുള്ളതാണ് ആ ബുക്കിൽ പറയുന്ന മെയിൻ തീം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാബിറ്റ്സിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ഹാബിറ്റ്സിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് ആ ബുക്കിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പുസ്തകത്തില് പറയുന്നത് ഇതുപോലെ ബട്ടർഫ്ലൈ ഇഫക്റ്റ്. അതായത് ഒരു പൂമ്പാറ്റയുടെ ചിറക് എത്ര പതുക്കെയാണ് അതിന്റെ ചിറക് അനങ്ങുന്ന സമയത്ത് എത്ര പതുക്കെയായിരിക്കും അതിന്റെ എയർ മൂവ്മെന്റ് ഉണ്ടാവുക. പക്ഷെ ആ മൂവ്മെന്റ് പോലും വലിയ ടൊർണാഡോസ് ഉണ്ടാക്കാനുള്ള ഇഫക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ചെറിയ ചേഞ്ചസ് പോലും വലിയ ഇഫക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കയോട്ടിക്കിന്റെ കാര്യത്തിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഇതിന്റെ ഒരു പാർട്ടാണ്. അതായത് ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ ചെറിയ പാരാമീറ്റർ വേരിയേഷൻ പോലും എന്ത് ചെയ്യാം? വലിയ ഇഫക്റ്റിന് കാരണമാവും എന്നാണ് ഇതിൽ പറയണത്. ഓക്കെ, കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു എഫക്റ്റ്, ബട്ടർഫ്ലൈ ഇഫക്റ്റ്? പറഞ്ഞപ്പോ ഓർമ്മ വന്നോ? മനസ്സിലായി. ഓക്കെ, എഡ്വേർഡ് ലോറൻസ് എന്നുള്ളൊരു സയന്റിസ്റ്റ് ആണ് ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. അതായത് എ സ്മോൾ ചേഞ്ച് ഇൻ ഇനീഷ്യൽ കണ്ടീഷൻ മേ കംപ്ലീറ്റ്ലി ചേഞ്ച് ദ ഫ്യൂച്ചർ പാത്ത് ഓഫ് ദ സിസ്റ്റം. അതായത് ഇനീഷ്യൽ കണ്ടീഷനിൽ ഒരു ചെറിയ ചേഞ്ച് പോലും അതിന്റെ കംപ്ലീറ്റ് ഫ്യൂച്ചർ പാത്തിനെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റിൽ പറയണത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ ഇതാണ് കയോസിന്റെ ഒരു ബേസിക് ഡെഫിനിഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിന്റെ ഒരു ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ എന്താണ് മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്യാൻ പോവാണ്. മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ലോജിസ്റ്റിക് മാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി അപ്രോച്ച് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് ലോജിസ്റ്റിക് മാപ്പ് നോക്കാം.
It gives a way of predicting how a population of animals will grow or shrink over time, and it illustrates the fascinating phenomena of mathematical chaos. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സിംഹത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു സ്പീഷീസിന്റെ പോപ്പുലേഷൻ എങ്ങനെ ഫ്യൂച്ചറിൽ കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നുള്ളതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയണത് ലോജിസ്റ്റിക് മാപ്പ് എന്ന് പറയണത്. അതായത് ഒരു മാത്തമാറ്റിക് ടൂൾ ആണ്. നമുക്കൊരു സ്പീഷീസിന്റെ പോപ്പുലേഷനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമ്മൾ ചില സ്പീഷീസിന്റെ ഒക്കെ നോക്കിയിട്ട് പറയില്ലേ കഴിഞ്ഞ വർഷത്തെക്കാളും ഇതിന്റെ എണ്ണം കുറവാണ്, സോ അത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലിലൂടെയാണ് എന്ത് പറയണത് അങ്ങനെ നമ്മൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആവുന്നതും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് ഉള്ള ലോജിസ്റ്റിക് മാപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കയോട്ടിക് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി റോബർട്ട് മേ ആണ് 1976 ഈ ലോജിസ്റ്റിക് മാപ്പ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇറ്റ് ഷോസ് ഹൗ കോംപ്ലക്സ് കയോട്ടിക് ബിഹേവിയർ എറൈസ് ഫ്രം സിമ്പിൾ ലീനിയർ ഡൈനാമിക് ഇക്വേഷൻ. ഓക്കെ, നമ്മളൊരു ഒരു ലീനിയർ ഡൈനാമിക് ഇക്വേഷനിൽ നിന്നും എങ്ങനെ നമുക്ക് കോംപ്ലക്സ് കയോട്ടിക് ബിഹേവിയറിനെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് പറയണത്. ആ ഇക്വേഷൻ എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നതെന്നും അടുത്തത് നോക്കാം. ലോജിസ്റ്റിക് മാപ്പ് ഫംഗ്ഷൻ, ഇതാണ് ലോജിസ്റ്റിക് മാപ്പ് ഫംഗ്ഷൻ എന്ന് പറയണത്. ഇതില് ഓക്കെ, ലോജിസ്റ്റിക് മാപ്പ് ഫംഗ്ഷൻ ഇതില് നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് xn+1 is equal to rxn into 1 minus xn എന്നുള്ളതാണ്. അതായത് xn+1 എന്ന് പറയണത് 2021 കേസാവാം. ഓക്കെ, 2021 കേസാണ് എന്തെന്ന് പറയണത് xn+1 എന്ന് പറയണത്. xn എന്ന് പറയണത് 2020 കേസാണ്. നമുക്ക് 2020 കണ്ടീഷൻ നമുക്കറിയാം. 2020 കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് 2021 കേസ് എന്താണ് നമുക്ക് പറയാൻ പറ്റും. R എന്ന് പറയുന്നത് എന്താ? പാരാമീറ്റർ വിച്ച് ഡിറ്റർമിൻസ് ദ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ കണ്ടീഷൻ. നമ്മൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുന്ന പാരാമീറ്റർ ആണ് എന്തെന്ന് പറയണത് R എന്ന് പറയണത്. സോ xn എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്പീഷീസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. xn+1 എന്ന് പറയുന്നത് ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷമുള്ള നമ്മളുടെ സ്പീഷീസിന്റെ എണ്ണമാണ്. പാരാമീറ്റർ വിച്ച് ഡിറ്റർമിൻസ് ദ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ കണ്ടീഷൻ ആണ് R എന്ന് പറയുന്നത്. R ഇസ് ദ പാരാമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞ പാരാമീറ്റർ ആണ് നമ്മളുടെ സ്പീഷീസ് വളരാനും അതുപോലെ തളരാനുള്ള സാഹചര്യം. അതിന് നല്ല ഫുഡ് കണ്ടീഷൻ ഉണ്ട്, നല്ല ടെമ്പറേച്ചർ അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരും. അല്ല അതിന് ലോ ഫുഡാണ് അല്ലെങ്കിൽ അതിന് നമ്മൾ കൂടുതലായിട്ടും വേട്ടയാടി കൊല്ലുകയാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ കണ്ടീഷൻ നെഗറ്റീവ് ആണ്. സോ പാരാമീറ്റർ നെഗറ്റീവ് ആണ്. അത് എന്ത് ചെയ്യും? അതിന്റെ ഗ്രോത്ത് കുറയും. ഓക്കെ, xn+1 and all the x values are normalized. Normalization is done by dividing a population by the maximum possible population. ഇതില് നിങ്ങൾ xnന്റെ വാല്യൂസ് xn+1 വാല്യൂസ് എല്ലാം നോർമലൈസ്ഡ് വാല്യൂസ് ആയിട്ടാണ് നമുക്ക് എടുക്കുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും വരിക കേട്ടോ. പ്രോബ്ലംസ് നമുക്ക് ഇതിൽ കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതാണ് ഇതിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ xn+1 എന്ന് പറയാൻ നമ്മൾ നോർമലൈസ്ഡ് വാല്യൂസ് ആണ് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ലോജിസ്റ്റിക് മാപ്പ് വരയ്ക്കുക? ഓക്കെ, നമ്മൾ ലോജിസ്റ്റിക് മാപ്പ് വരയ്ക്കുന്നത് നമ്മൾ എക്സ് ആക്സിസിൽ xnന്റെ വാല്യൂസും xn+1 വാല്യൂസ് y ആക്സിസിൽ, അതായത് എക്സ് ആക്സിസിൽ 2020 കേസും 2021 കേസാണ് എന്തെന്ന് പറയണത് xn+ വരുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് ആ വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മൾ മാപ്പിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലോജിസ്റ്റിക് മാപ്പ് നമുക്ക് കറസ്പോണ്ടിങ്ലി നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫിഗർ. ഇതിന്റെ ഷേപ്പ് ഇതിലിപ്പോ വരച്ചിരിക്കുന്ന പാരാബോള ആണെങ്കിലും ആക്ച്വൽ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പാരാബോളയാണ് കേട്ടോ. ഇൻവേർട്ടഡ്
പാരാബോള. നിങ്ങൾ ഫിഗർ നോക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇതാണെങ്കിലും ആക്ച്വൽ ഫിഗർ എന്തായിരിക്കും? ഇൻവേർട്ടഡ് പാരാബോളയാണ്. ഒരു ലോജിസ്റ്റിക് മാപ്പിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പാരാബോളയാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് അട്രാക്റ്റേഴ്സ് ആണ്. In a mathematical field of dynamical system, an attractor is a set of states together towards which a system tends to evolve. If R value is greater than 1, then trajectories are led to attractors. നമ്മളിവിടെ പാരാമീറ്റേഴ്സ് പറഞ്ഞില്ലേ? ആ പാരാമീറ്റേഴ്സിന് പറഞ്ഞ അതായത് നമ്മൾ പാരാമീറ്റർ ഏതാ പറഞ്ഞ? R ആണ് നമ്മളുടെ പാരാമീറ്റർ. ആറിന് വരാവുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാ? 0 ആണ്. ഓക്കെ, ആറിന് വരാവുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കേൾക്കണ്ടോ? യെസ് മാം. യെസ് മാം. ഓക്കെ, ഈ ഫിഗർ നോക്കുക. ഇതിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എഴുതട്ടെ കേട്ടോ. നമ്മളുടെ ഇക്വേഷൻ എന്താ? xn+1 is equal to r into xn into 1 minus xn. ഓക്കെ, ഇതില് നമ്മളുടെ ഗ്രാഫില് ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണ് ഫിക്സഡ് സ്റ്റേറ്റ്. ഫിക്സഡ് സ്റ്റേറ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫിക്സഡ് സ്റ്റേറ്റ് എന്നുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ xn+1ന്റെ സെയിം വാല്യൂ ആണ് xn എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റം ഫിക്സഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. എന്ത് പറയാം? xn+1ന്റെ വാല്യൂ ആണ് xnലെങ്കിൽ, അതായത് 2020 സെയിം കണ്ടീഷൻ ആണ് 2021 എങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഒരു പാരാമീറ്ററും അഫക്ട് ചെയ്തിട്ടില്ല. സോ സെയിം കണ്ടീഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ സിസ്റ്റം ഫിക്സഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഫിക്സഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് സ്റ്റേറ്റിലെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഫിക്സഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. xn+1ലെ സെയിം വാല്യൂ ആണ് xnൽ ഉണ്ടായിരുന്നത്, മുമ്പ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റം ഫിക്സഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഫിക്സഡ് സ്റ്റേറ്റിലായിരിക്കുന്ന സമയം നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരുന്നറിയോ? നമ്മളെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയല്ല, ഇത് കുറച്ച് ചരിവ് കുറവാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3, അങ്ങനെ കറക്റ്റ് ഡയഗണൽ ആയിട്ടായിരിക്കും നമ്മളുടെ ഫിഗർ പോകുക കേട്ടോ. ഓക്കെ, ഫിക്സഡ് സ്റ്റേറ്റ് എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക. അത് xn+1ലെ സെയിം വാല്യൂ ആണ് xnലെങ്കിൽ നമുക്ക് ആ സിസ്റ്റം ഫിക്സഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഓക്കെ, അതിന്റെ ഫിഗർ വരിക എന്താണ്? xnഉം xn+1ലെയും വാല്യൂ സെയിം ആണ്. സോ ആ ലൈൻ എന്ന് പറയുന്നത് ഡയഗണൽ ആയിട്ടായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഡയഗണൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ, ഇനി നമുക്ക് ഫിഗർ നോക്കാം. ഫിഗർ നോക്കിയ ശേഷം നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാം കേട്ടോ. ഇതാണ് നമ്മളുടെ ലോജിസ്റ്റിക് മാപ്പ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് മാപ്പിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന പാരാമീറ്റർ എക്സും ആറും ആണ്. അതായത് y ആക്സിസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സും x ആക്സിസിൽ നമ്മുടെ പാരാമീറ്റർ ആറും ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗറിൽ ഈ പോയിന്റ് നോക്കാം. ഓക്കെ, ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ r=3 എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ഒരു ബ്രാഞ്ചിങ് വരുന്നു, ഒരു ബൈഫർക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഏത് പോയിന്റിലാണ്? r=3. അതുവരെ എന്താണ് നമ്മളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പാരാമീറ്റർ വെച്ച് നോക്കുന്ന സമയം നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. r=3 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ബൈഫർക്കേഷൻ വന്നു, ഒരു 2 ലൈൻ ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത ബൈഫർക്കേഷൻ എപ്പോഴാ വരുന്നത്? അടുത്ത ബൈഫർക്കേഷൻ വരുന്ന പോയിന്റ് ആണ് r=3.
3.449. ഓക്കെ, ഇതിൽ അടുത്ത ബൈഫർക്കേഷൻ വന്നു. അടുത്ത ബൈഫർക്കേഷൻ വരുന്നത് ഈ 4 പോയിന്റും സെയിം ആണ് കേട്ടോ. ഓക്കെ, ഈ 4 പോയിന്റും സെയിം ആണ്. R equal to 3.544. ഈ 3 വാല്യൂസ് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, R equal to 3യിലാണ് ഫസ്റ്റ് ബൈഫർക്കേഷൻ വരുന്നത്. രണ്ടാമത്തെ ബൈഫർക്കേഷൻ വരുന്നത്, രണ്ടാമതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത് R equal to 3.449ലാണ്. അടുത്ത ബ്രാഞ്ചിങ് വരുന്നത് R equal to 3.544ലാണ്. ഓക്കെ, ഈ 3 വാല്യൂസും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇനി നമുക്ക് പറയാം, R equal to 3യിലാണ് നമ്മളുടെ ഫസ്റ്റ് ബ്രാഞ്ചിങ് വരുന്നത്. ആ പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈഫർക്കേഷൻ. ഓക്കെ, പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ. പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ ആണ് ആദ്യത്തെ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബ്രാഞ്ചിങ് നമുക്ക് വരുന്നത് R equal to 3.449ലാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് R equal to 3.54ലാണ് അടുത്ത ബ്രാഞ്ചിങ് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മളുടെ R equal to 3 എന്നുള്ള കണ്ടീഷൻ ഇല്ലേ, ആ കണ്ടീഷനിൽ ഒരു 2 അട്രാക്റ്റർ പോയിന്റ്സിന് ഇടയിലായിരിക്കും എന്ത് വരിക, നമ്മളുടെ വാല്യൂസ് മാറുക. അതെങ്ങനെ നോക്കാം. അടുത്ത ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ R equal to 3 എന്നുള്ള കേസിൽ ഇവിടെ എക്സും വൈയും നോക്കരുത്, ഇവിടെ XMഉം XM+1 ആണ് വാല്യൂ വരുന്നത്. സോ അത് നോക്കരുത്. ആ ഫിഗർ വേറെയാണ് കേട്ടോ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന ഫിഗർ ആണ് എന്ത്, R equal to 3യിൽ വരുന്ന ബ്രാഞ്ചിങ്. ഓക്കെ, ഇവിടെ 2 അട്രാക്റ്റർ പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ 2 അട്രാക്റ്റർ പോയിന്റ്സ് ആണ്. ഈ ഒരു അട്രാക്റ്റർ പോയിന്റ്, ഇവിടെ ഒരു അട്രാക്റ്റർ പോയിന്റ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോ 2020 ഒരു കേസ് വന്നു. 2020 200 പുലി ഉണ്ട് എന്ന് വിചാരിക്കാം. അതിനുശേഷം 2021 സമയത്ത് എന്ത് സംഭവിച്ചു, ഇവിടെ 200 പുലി ഉണ്ടായിരുന്നു കേട്ടോ. 200 പുലി ഉണ്ടായിരുന്നു. 2021 ആയപ്പോ അവിടെ എന്ത് ചെയ്യും, 150 പുലികളായിട്ട് മാറി. 150 പുലികളായിട്ട് മാറി. അതിനുശേഷം 2022 എടുക്കുകയാണ്. 2022 സമയത്ത് എന്ത് സംഭവിച്ചു, 2022 എടുക്കുന്ന സമയത്ത് വീണ്ടും 200 പുലികളാണ് എണ്ണം വന്നത്. അതായത് 2020 കേസ് എവിടെ റിപ്പീറ്റ് ചെയ്തു, 22 റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഇനി 23 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 2021 കേസ് റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ആയോ? ഒന്നും കൂടെ പറയാം. ഓക്കെ, ഈ അട്രാക്റ്റർ പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോജിസ്റ്റിക് മാപ്പിൽ ചില വർഷങ്ങളിൽ, അതായത് റിപ്പീറ്റേഷൻസ് വരാം. അതായത് ഓരോ പോയിന്റിലേക്ക് ഇവോൾവ് ചെയ്യാണ്. ഓക്കെ, ഓരോ വാല്യൂയിലേക്ക് ഇവോൾവ് ചെയ്യാണ്. ഇവിടെ എന്താണ് ഫിസിക്കൽ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2020 ഒരു കേസ്, 2021 ഒരു കേസ്, 2022 എന്ത് സംഭവിച്ചു, 20 സെയിം കണ്ടീഷൻ തന്നെ വന്നു. 23 എന്ത് സംഭവിച്ചു, 21 സെയിം കേസ് വന്നു. ഓക്കെ, അതായത് ഈ 2 പോയിന്റ് ഇല്ലേ, ഈ 2 പോയിന്റിൽ തന്നെ നമ്മളുടെ വാല്യൂസ് കിടന്ന് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ 2 പോയിന്റ്സിലാണ് നമ്മുടെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡബിൾ ബ്രാഞ്ചിങ് വന്നിട്ടുള്ളത്. ഓക്കെ, ഡബിൾ ബ്രാഞ്ചിങ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ സൈക്കിൾ എന്ന് പറയുന്നത് 2 ഫോൾഡ് സൈക്കിൾ ആണ്. ഓക്കെ, അതായത് 2 അട്രാക്റ്റർ പോയിന്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ 2 ഫോൾഡ് സൈക്കിൾ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ,
2 ഫോൾഡ് സൈക്കിൾ ആണ് ഇവിടെ ഉള്ളത്. 2 അട്രാക്റ്റർ പോയിന്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ഒരു സ്ക്വയർ 2 പോയിന്റ്സ് ഉണ്ട്. 2 ഫോൾഡ് സൈക്കിൾ ആണ്. സോ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ബൈഫർക്കേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു സിംഗിൾ ബൈഫർക്കേഷൻ. അതായത് 2 പോയിന്റ്സിലേക്ക് എന്ത് ചെയ്തു, അവിടെ മാത്രമേ ഒരു സിംഗിൾ ബൈഫർക്കേഷൻ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. r ഈക്വൽ ടു 3 എന്നുള്ള കേസിൽ സിംഗിൾ ബൈഫർക്കേഷൻ. ഓക്കെ, കിട്ടിയോ? ഹലോ, Yes. Yes, ma'am. ഒരു സെക്കൻഡ്. ഇനി സിമിലർ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു കേസും കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ കേസ് കഴിഞ്ഞു. ഇതെന്ന് പറയണത് 4 ഫോൾഡ് സൈക്കിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പോയിന്റിൽ നമ്മളുടെ പാരബോളയിൽ തട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര പോയിന്റിൽ നമ്മളുടെ പാരബോളയിൽ തട്ടിയിട്ടുണ്ട് നോക്കാം. 1 2 3 4. ഓക്കെ, 4 പോയിന്റിൽ നമ്മളുടെ പാരബോളയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അട്രാക്റ്റർ പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്, 4 ഫോൾഡ് സൈക്കിൾ ആണ് ഉള്ളത്. ഓക്കെ, 4 ഫോൾഡ് സൈക്കിൾ ആണ്. ഇപ്പൊ ഇവിടെ എത്ര ബൈഫർക്കേഷൻ വരും, ഡബിൾ ബൈഫർക്കേഷൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഡബിൾ ബൈഫർക്കേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ നേരത്തെയുള്ള ലോജിസ്റ്റിക് മാപ്പിലെ എക്സും ആറും കൂടിയുള്ള ലോജിസ്റ്റിക് മാപ്പും ഈ ഫിഗറും കൂടെ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ. ഇവിടെ നമുക്ക് 2 സ്ക്വയർ വന്നു. 4 ഫോൾഡ് സൈക്കിൾ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഡബിൾ ബൈഫർക്കേഷൻ ആണ്. ഡബിൾ ബൈഫർക്കേഷന്റെ കേസ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡബിൾ ബൈഫർക്കേഷൻ. r ഈക്വൽ ടു r ഈക്വൽ ടു 3.449 നമ്മുടെ ഡബിൾ ബൈഫർക്കേഷൻ വരുന്നത്. ക്ലിയർ ആണോ? നമുക്ക് ഡബിൾ ബൈഫർക്കേഷൻ വന്നു, 4 ഫോൾഡ് സൈക്കിൾ വന്നു. ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, ഇത് ഞാൻ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. നോട്ട്സ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോട്ട്സ് നോക്കിയാൽ ക്ലിയർ ആവും. അതായത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് r ഈക്വൽ ടു 3 ആണ്. r ഈക്വൽ ടു 3യിലാണ് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ചിങ് വരുന്നത്. ഫസ്റ്റ് ബ്രാഞ്ചിങ് വരുമ്പോൾ ആലോചിക്കാം, നമുക്ക് എത്ര സ്ക്വയർ ഉണ്ട്, ഫിഗറിൽ എത്ര സ്ക്വയർ ഉണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്. യെസ്. അപ്പൊ നമുക്ക് എത്ര അട്രാക്റ്റേഴ്സ് ഉണ്ട്, എത്ര പോയിന്റ്സ് ഉണ്ട് അട്രാക്റ്റേഴ്സ് ആയിട്ട്? 2. 2 അട്രാക്റ്റർ പോയിന്റ്സ് ഉണ്ട്. ആ 2 പോയിന്റിൽ തന്നെ മാറി മാറി ഇരിക്കും. അപ്പൊ ഫസ്റ്റ് ബൈഫർക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പിച്ച് ഫോർക്ക് ബൈഫർക്കേഷൻ എന്നുള്ളത്. അടുത്ത ബൈഫർക്കേഷൻ വരുന്നത് എവിടെയാണ്, r ഈക്വൽ ടു 3.449ലാണ്. അവിടെ ഡബിൾ ബൈഫർക്കേഷൻ ആണുള്ളത്. അവിടെ നമുക്ക് 2 സ്ക്വയർ വരുന്നുണ്ട് അല്ലെ, ഫിഗറിൽ നോക്കുക, 2 സ്ക്വയറിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ 4 ഫോൾഡ് സൈക്കിൾ ആണ്. ഇനി അടുത്തത് 3.544ലാണ്. അവിടെ നമുക്ക് 4 ബൈഫർക്കേഷൻ വരും. പുതിയ 4 പരാബോള വരുന്നില്ലേ, ആ 4 ബൈഫർക്കേഷൻ വരുന്ന കേസാണ് r ഈക്വൽ ടു 3.544ല്. അവിടെ 8 ഫോൾഡ് അട്രാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. 8 പോയിന്റ്സിൽ എന്തുണ്ടാവും, അതായത് 4 ആണെങ്കിൽ 8 ഉണ്ടാവും അട്രാക്ടേഴ്സ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയണത് ഐഗൻബോം പോയിന്റ് ആണ്. അതായത് r ഗ്രേറ്റർ ദാൻ 3.5699. ഈ വാല്യൂ ഓർത്തിരിക്കണം കേട്ടോ, ഈ വാല്യൂ ഓർത്തിരിക്കണം. ഈ പോയിന്റിൽ ദ മോഷൻ ഈസ് അപീരിയോഡിക് ആൻഡ് നെവർ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ഈ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫിഗർ നോക്കുക, ഇവിടെ വളരെ അധികം കയോട്ടിക് ആയിട്ട് കാണുന്നില്ലേ, നമുക്ക് ഇവിടെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത്, സോറി, ഈ പോയിന്റ് ഇത്തിരി വളഞ്ഞു പോയിട്ടുണ്ട്. ആ പോയിന്റ് ആണ് എന്ത്, r ഗ്രേറ്റർ ദാൻ 3.5699.
0.5699 ഈ പോയിന്റിലേക്ക് കൂടുതലാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ സിസ്റ്റം വളരെയധികം കയോട്ടിക് ബിഹേവിയർ കാണിക്കും. ആ സിസ്റ്റം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു അപ്പീരിയോഡിക് മോഷൻ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് അട്രാക്ടേഴ്സിന്റെ ഡയമെൻഷനാലിറ്റി ആണ്. കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്തേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. അതായത് ഒരു ഫിക്സഡ് പോയിന്റ് അട്രാക്ടർ ആണെങ്കിൽ അതിന്റെ ഡയമെൻഷനാലിറ്റി 0 ആയിരിക്കും. ലൈൻ ആണെങ്കിൽ 1 ആയിരിക്കും, സർഫസ് ആണെങ്കിൽ 2 ആയിരിക്കും, വോള്യൂം ആണെങ്കിൽ 3 ആയിരിക്കും. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. അപ്പോൾ അട്രാക്ടേഴ്സിന്റെ ഡയമെൻഷനാലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അട്രാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാതെ സ്ട്രേഞ്ച് അട്രാക്ടർ എന്നുള്ള ഒരു അട്രാക്ടർ ഉണ്ട്. അതായത് സ്ട്രേഞ്ച് അട്രാക്ടർ പറയാൻ വേണ്ടിയിട്ടാണ് മുകളിലുള്ള ബോക്സ് വരച്ചിരിക്കുന്നത് കേട്ടോ. സ്ട്രേഞ്ച് അട്രാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ലീനിയർ ഡൈനാമിക്സ് ദർ ആർ അട്രാക്ടേഴ്സ് ഹൂസ് ഡയമെൻഷനാലിറ്റി ഇസ് നോട്ട് ആൻ ഇൻഡിജർ. ഇൻഡിജർ വാല്യൂ അല്ല നമ്മളെ ഡയമെൻഷനാലിറ്റി എങ്കിൽ അത്തരത്തിലുള്ള അട്രാക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്ട്രേഞ്ച് അട്രാക്ടർ എന്നുള്ളത്. ഓക്കെ, അതുപോലെ നമ്മളുടെ ലോജിസ്റ്റിക് മാപ്പിൽ ആറിന്റെ വാല്യൂ 3.5699 കൂടുതലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ സിസ്റ്റം എന്തായി? കയോട്ടിക് സിസ്റ്റമായി. അവിടെയുള്ള അട്രാക്ടർ എന്ന് പറയുന്നത് സ്ട്രേഞ്ച് അട്രാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷനാലിറ്റി ഇൻഡിജർ വാല്യൂ അല്ലെങ്കിൽ ആ സിസ്റ്റം കയോട്ടിക് ആണ്. ആ സിസ്റ്റത്തിൽ വരുന്ന അട്രാക്ടർ ആണ് എന്ത്? സ്ട്രേഞ്ച് അട്രാക്ടർ എന്നുള്ളത്. ക്ലിയർ ആണോ? Clear ആണ്. Yes, ma'am. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പോർഷൻ നിങ്ങൾ വളരെയധികം പ്രിസൈസ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് വേണ്ട പോയിന്റ്സ് വളരെ ക്ലിയർ കട്ട് ആവുന്ന രീതിയിൽ, കൂടുതൽ വായിച്ചാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവും എന്ന് പറയും പോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കത്തോറും കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ റെഫർ ചെയ്യാം കേട്ടോ. ഈ പോയിന്റ്സ്, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒന്നുപോലും വിടരുത്. ഫിഗർ ആണെങ്കിലും ഡയഗ്രാം ആണെങ്കിലും ഏത് സിസ്റ്റം ആണ്, 4 ഫോൾഡ് ബൈഫർക്കേഷൻ ആണെങ്കിൽ എത്ര സൈക്കിൾ ഉണ്ടാവും, എത്ര അട്രാക്ടേഴ്സ് ഉണ്ടാവും, ഇതൊന്നും മാറിപ്പോകരുത് കേട്ടോ. പറഞ്ഞ പോയിന്റ്സ് ഒന്നുപോലും വിട്ട് കളയരുത്. ഓക്കെ Okay, miss. Okay, ma'am. ഓക്കെ, ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, miss. Thank you, ma'am.